വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് ആൾക്കാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടൺ പ്രസ് ചെയ്യുക. വരുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടി, ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വരുന്നത്. 5 ഏക്കർ 90 സെന്റ് സ്ഥലം. അതിൽ ഈ കാണുന്നത് വഴി ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു പാളം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വെച്ച് തന്നാൽ കറക്റ്റ് ഈ ഒരു തോടിന് മഴയുടെ ചേർക്കത്തെ ഒരു തോട് കാണാം. അത് ചെറിയൊരു പാലം കോൺക്രീറ്റിന് വെച്ച് വന്നാൽ നേരെ തോട്ടത്തിലേക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. ഇപ്പോൾ ഇറക്കാം, പക്ഷേ ചെറിയൊരു ചാലുണ്ട്. നമുക്ക് ഇറക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു പാലം കെട്ടി ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള സൗകര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് വലിയ പൈസ കഴിഞ്ഞിട്ടോ അല്ലാതെ ഇറക്കാൻ പറ്റില്ല. നല്ലൊരു ചെറിയൊരു ചാലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത ക്ലിയറായി. അപ്പോൾ ഒരു ചെറിയൊരു ഷെഡ് പിന്നെ 10,000-3,500 കവുങ്ങ്, 3,500 3,000 വാഴ, പിന്നെ അതേപോലെ തന്നെ തെങ്ങ് വരുന്നത് എന്നാണ് പറഞ്ഞത്. എങ്ങനെ നോക്കിയില്ല, അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും മാത്രമൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു തോട്ടം തന്നെയാണ്. 2 കുളമുണ്ട്. ഒരു കുളം കാണിക്കുന്നുണ്ട്, നല്ല ക്ലിയറായിട്ടുള്ള ഉറവ് വന്നതും കാണിക്കുന്നുണ്ട്. നല്ലൊരു കുളം തന്നെയാണ്. വെള്ള സൗകര്യം, വഴി സൗകര്യം, കറണ്ട്, വെള്ളം, എല്ലാ സൗകര്യവും 5-90 ഏക്കർ. അപ്പോൾ ഈ കാണുന്ന തോട്ടം നല്ല വിശാലമായിട്ടുള്ള തോട്ടമാണ്. പാലക്കാട് ജില്ലയിൽ ലക്കിടിയിലാണ്. പറഞ്ഞ പോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള തോട്ടമാണ്. നല്ല താമസക്കാർക്ക് ഷെഡുണ്ട്. ഇതിൽ 50 സെന്റ് പറമ്പും ബാക്കിയെല്ലാം നിലമാണ്. അപ്പോൾ 50 സെന്റ് പറമ്പും ബാക്കിയെല്ലാം നിലത്ത് മൊത്തം ആവായങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. 2 കുളമുണ്ട്. കയ്യിൽ ഉറവൊക്കെ വരുന്നത് കാണാം. വെള്ളത്തിൻ്റെ ഉറവ് കറക്റ്റ് അത്രയും തെളിഞ്ഞ വെള്ളമാണ് ഒന്ന്. പിന്നെ ഒന്ന് പൊക്കറിന് പോലത്തെ കുളം. 2 ഇതുണ്ട്, ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ വേനൽക്കാലത്ത് ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. പിന്നെ ഉറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പറ്റാത്ത വെള്ളമാണ്. അതായത് എല്ലാത്തിനും സൗകര്യമാണ്. കുറച്ചൊരു 100 മീറ്റർ മാറിക്കഴിഞ്ഞ് പറഞ്ഞാൽ 100-200 മീറ്ററിൻ്റെ അപ്പുറത്ത് പുഴയാണ് ഭാരതപ്പുഴ. അതിനിപ്പുറത്ത് കുറച്ച് വീടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലമുള്ളത്. അപ്പോൾ എല്ലാ സൗകര്യം, നല്ലൊരു വരുമാനം, ഭാവിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. പറ്റിയിട്ടുള്ള സ്ഥലമാണ്. നല്ല തോട്ടമാണ്. 50 സെന്റ് പറമ്പുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഫാമോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് മേടിച്ചിടാം. ഇതിൽ പൂജ കഥകളി എന്ന് കണ്ടുള്ള ഒരു വായന അല്ലെങ്കിൽ നല്ല വില ഉണ്ടെന്നാണ് കേട്ടത്. 160 അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞ പോലെ തോന്നി. എനിക്ക് അറിയില്ല ക്ലിയറായിട്ട്. നല്ല റേറ്റുള്ള പഴങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല വരുമാനമുള്ള ഒരു തോട്ടം തന്നെയാണിത്. നടന്ന് ബസ് റൂട്ടിൽ നിന്ന് നടക്കേണ്ട ദൂരം തന്നെ ഉള്ളൂ. ഒരു 10 മിനിറ്റ് നടന്ന സ്ഥലത്തും. അപ്പോൾ ഇതിന് ഏക്കറയ്ക്ക് വരുന്നത് 20 ലക്ഷം രൂപയാണ് ഒരേക്കറയ്ക്ക്. ഇതിന് പറയുന്ന റേറ്റ് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആവും. കച്ചവടത്തിൻ്റെ രീതിക്ക് ചെറുതായിട്ടൊരു മാറ്റം അത്രയും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 20 എന്നുള്ളത് പറഞ്ഞിട്ട് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു രീതിക്കാവുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് കിട്ടുമെന്നും ചോദിക്കരുത്. അത് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ. അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ചാൽ എടുത്തവർക്ക് എന്തായാലും ഒരു നല്ലൊരു ഭാവിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബസ് റോഡിൻ്റെ ഏകദേശം അടുത്താണ്. എല്ലാം കൊണ്ടൊരു സ്ഥലമാണ്. എല്ലാ വാഹന സൗകര്യം എല്ലാം ഉണ്ട്. എല്ലാ വണ്ടികളും വരും. അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം. ഈ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിക്കാം. ആവശ്യക്കാർ മാത്രം വിളിക്കുക. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ എടുത്ത് പറയാൻ കാരണം നല്ലൊരു തോട്ടമാണ്. വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടാതെ പോകുന്നത് അത്രയും നല്ലൊരു തോട്ടമാണ്. ഓക്കെ, താങ്ക് യു.